ഞാനിന്ന് നിൽക്കുന്നത് ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് എന്നൊരു വാട്ടർ സ്പോർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിക്രിയേഷൻ സെൻറ്ററിലാണ്. ഇത് കോഴിക്കോട് നിന്ന് ഏകദേശം 10 കിലോമീറ്ററേ ഉള്ളൂ. പന്തീരാങ്കാവുന്ന എക്സാക്ട്ലി 6 കിലോമീറ്റർ ഈ പറഞ്ഞ സ്ഥലത്തേക്കേ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അക്കഡക് ഭവിത്, എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗേറ്റ് തുറന്ന് എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ഈ രജിസ്ട്രേഷൻ ഡെസ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. എൻ്റെ കൂടെയുള്ളത് പ്രസാദ് ഏട്ടനാണ്, ഇവിടുത്തെ മാനേജറാണ്. അദ്ദേഹത്തോട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കാം. പ്രസാദ് ഏട്ടൻ, നമ്മൾ ഈ ചാലിയാറിൻ്റെ ഈ ചെറുവണ്ണൂരുള്ള ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ചാലിയാർ എൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ ഒരു പ്രദേശത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ബേപ്പൂർ പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ അറബിക്കടൽ ഏകദേശം 5 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അറപ്പുഴ, മണക്കടവ്, ഊർക്കടവ്, അങ്ങനെ മാവൂര് വരേക്കും ഈ പുഴ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഈവൻറ്റും ഈ ഒരു മൊത്തം ചാലിയാറിൽ നടക്കാറുണ്ട്. ചാലിയാർ റിവർ പാഡിൽ നിന്നാണ് നമ്മളതിന് പറയുന്നത്. നിലമ്പൂർ മുതൽ ബേപ്പൂർ വരേക്കുള്ളൊരു ഈവൻ്റാണത്. 68 കിലോമീറ്ററാണ് ഏകദേശം അതിൽ വരുന്നത്. നല്ല പാർട്ടിസിപ്പൻസ് അതിനകത്ത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. എൻ്റെ റെക്കോർഡ് 120 പേരാണ് അതിൽ. പിന്നെ 100ഓടടുത്ത് ബാക്കി എല്ലാ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിന് നമ്മുടെ ചാലിയാറിൽ തന്നെ ഉള്ള കുറച്ച് ഐലൻഡുകളുണ്ട്, കുറച്ച് എന്താണ് പറയുക, തിരുത്തുകളുണ്ട്. ഈ തിരുത്തിൽ 2 എണ്ണം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയാണ് ഉള്ളത്. ഒന്ന് ചെറിയ തിരുത്ത്, അതിൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, ആദമവ്വ തിരുത്ത് എന്നും കൂടി അതിന് പറയാറുണ്ട്. അപ്പോൾ ഈ 2 തിരുത്തുകളും നമ്മുടെ ജെല്ലി ഫിഷിനോട് ചേർന്നിട്ടുള്ളതാണ്. അതിലൊരു തിരുത്തിൻ്റെ ഏകദേശം ഒരു ഉത്ഭവ സ്ഥലത്താണ് നമ്മുടെ ഈ ലൊക്കേഷൻ ഇരിക്കുന്നത്. പുഴയുടെ ഒരു ഭാഗത്തിന് നമ്മൾ വലിയ പുഴ എന്നും തിരുത്തിൻ്റെ മറുഭാഗത്തുള്ള ചെറുപുഴയുടെ തീരത്താണ് നമ്മുടെ ജെല്ലി ഫിഷ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വൃത്തിയുള്ളത്, വളരെ കാമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയപ്പം നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു സ്ഥലമായിട്ട് ഇതിനകത്ത് തോന്നി. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഏത് വർഷമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? എത്ര വർഷമായിട്ട് തുടങ്ങിയിട്ട്? 2013 ഇതിൻ്റെ ആരംഭം വരുന്നത്. 2013 നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് വാട്ടർ കയാക്കിങ്, അവിടെ വന്നവർ കുറച്ച് കയാക്കേഴ്സും എൻ്റെ ഫൗണ്ടറായ കൗശിക്കും എല്ലാം കൂടി കോടഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് തുഴഞ്ഞു വന്നു. ആ സമയത്ത് ഉത്ഭവിച്ചൊരു ആശയമാണ് നമുക്ക് എന്തുകൊണ്ട് ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ട് ഈ ഒരു പ്രദേശത്ത് ഒരു കയാക്കിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു കയാക്കിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഉണ്ടാക്കിക്കൂടാന്നുള്ളത്. അങ്ങനെ ആ വർഷം തന്നെ ചുരുങ്ങിയ കയാക്കുകൾ വെച്ചുകൊണ്ട് 4-5 കയാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയത്. ഇപ്പോൾ ഏകദേശം 10-70 കയാക്കുകൾ നമ്മുടെ കൈവശമുണ്ട്. കയാക്കിൻ്റെ പല സാധനങ്ങൾ, സിറ്റ് ഓൺ ടോപ്പ് കയാക്ക്, അത് തന്നെ സിംഗിൾ ഡബിൾ, പിന്നെ ലെഗിൻ കയാക്കുകൾ, ടൂറിങ് കയാക്കുകൾ, സീ കയാക്ക്, സ്റ്റാൻഡപ്പ് പാഡൽ, സർഫ് ബോർഡ്, വിൻഡ് സർഫിംഗ് ബോർഡ്, സെയിൽ ബോട്ടുകൾ, റോവിംഗ് ബോട്ട്, ചുരുളൻ വള്ളം, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും മോട്ടോറൈസ്ഡല്ല, ഭൂമമ്പ വീടാണ്. 100% ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടോറൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റെസ്ക്യൂ ബോട്ടിനും വേണ്ടി മാത്രമാണ്, അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് മാത്രമാണ്. പൊതുവെ നമ്മളാരും അത്ര ഈസി ആയിട്ട് സെലക്ട് ചെയ്യുന്നൊരു കാറ്റഗറി അല്ല ഈ ഒരു വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് ഇങ്ങോട്ട് വന്നാൽ അവർ 100% സാറ്റിസ്ഫൈഡ് ആകുമോ? തീർച്ചയായിട്ടും. ഒരു കാലത്ത് വാട്ടർ സ്പോർട്സിലേക്ക് ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം ക്രിക്കറ്റ്, ഫുട്ബോൾ, ആ ഒരു ബേസിലേക്കായിരുന്നു അന്നത്തെ സ്പോർട്സും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ജനങ്ങളിൽ വെള്ളത്തിലേക്കുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കുറേ മുമ്പത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമായിരുന്നു. പിന്നെ എല്ലാ യുവാക്കളാണെങ്കിലും ശരി, മറ്റുള്ളവരാണെങ്കിലും ശരി, പുഴയോട് അകന്ന് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ജനങ്ങളൊക്കെ വീണ്ടും പുഴയിലേക്ക് വരുന്നുണ്ട്. അത് വാട്ടർ സ്പോർട്സിനാണെങ്കിലും ശരി, പിന്നെ ഇതുപോലെയുള്ള റിക്രിയേഷൻ സാധനങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത് അതിൻ്റെ കാരണം ഇതൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഐറ്റം തന്നെയാണ്, നല്ലൊരു ബോഡി എക്സസൈസാണ്, ഒരു ഫുൾ ബോഡി എക്സസൈസ് തന്നെയാണ് നമ്മളൊരു പ്രോപ്പർ ട്രയലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വരുന്ന ഒരാൾ ഇപ്പോൾ നീന്തം അറിയാത്തൊരാൾ വരികയാണെങ്കിലും അവർ തിരിച്ചു പോകുമ്പോഴേക്ക് അവർ എൻ്റർടൈൻമെൻറ്റ് ആയതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. ഇറങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പം കുറച്ച് പേടിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോഴേക്ക് അവർ വെള്ളത്തിൽ നിന്ന് കയറാൻ മടിക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ ഉണ്ടാകുന്നത്. ഇവിടെ 4-5 കയാക്കിംഗ് സ്പേസുകൾ വേറെയുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ജെല്ലി ഫിഷ് വ്യത്യസ്തമാവുന്നത്? ഇവിടേക്ക് വരുന്ന ഒരാളെ
നമ്മളിതിൻ്റെ റിസ്ക് എന്താണ് എന്നുള്ളത് ബോധവൽക്കരണം നടത്തിയതിന് ശേഷമാണ് അവർ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. വന്നു കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഫോമുണ്ട്. ആ രജിസ്ട്രേഷൻ ഫോമിനോടൊപ്പം തന്നെ നമ്മളൊരു വീഡിയോ ബേസ്ഡ് ഒരു ബ്രീഫിംഗ് അവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഏരിയ ഏതാണ്, റിവർ ഏതാണ്, പിന്നെ എന്തെല്ലാം നമുക്ക് ചെയ്യാം, എന്തെല്ലാം ചെയ്തു വിടാം, പ്രിക്കോഷൻസൊക്കെ നമ്മൾ ഒരു ലൈഫ് ജാക്കറ്റാണ്, അത് എങ്ങനെ വെയർ ചെയ്യണം, എന്തെല്ലാം സൈനുകൾ യൂസ് ചെയ്യാനാണ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ക്ലാസ്സും നമ്മൾ കൊടുത്തതിന് ശേഷമാണ് അവർ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:5 എന്നുള്ളതാണ്. 5 പേർക്ക് ഒരു ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ അറ്റ്ലീസ്റ്റ് കൂടെ ഉണ്ടാവും. ചിലപ്പോൾ ആ റേഷ്യോ കൂടുക എന്നല്ലാതെ അത് കുറയാറില്ല. ഈ രജിസ്ട്രേഷൻ ഡെസ്കിന് പിന്നിലായി നമുക്കൊരു വെയിറ്റിംഗ് ഏരിയയും കാണാൻ കഴിയും. അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിങ് സ്പേസിലോട്ട് പോകാൻ കഴിയും. എൻ്റെ ബാക്കിൽ കാണാൻ കഴിയുന്നത് അവരുടെ സ്റ്റോറാണ്. അവിടെ നമുക്ക് അപ്പാരൽസ് ഒക്കെ വാങ്ങാൻ കഴിയും. പിന്നെ ഈ കാണുന്നതാണ് ജംഗിൾ ജിം. ഇവിടെ കുട്ടികൾക്ക് കുറച്ച് എൻ്റർടൈൻഡ് ആയിട്ട് അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഉപാധിയാണത്. ഈ സ്റ്റോറിനകത്ത് നമുക്ക് 3 കയാക്സ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ആദ്യം കാണുന്നത് ടൂറിംഗ് കയാക്ക് അല്ലെങ്കിൽ ലെഗ് ഇൻ കയാക്ക് എന്ന് പറയുന്ന പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന കയാക്കാണ്. രണ്ടാമത്തത് നമ്മളെ പോലത്തെ ബിഗിനേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ലെഗ് ഔട്ട് കയാക്സ് ആണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും, 3 പാർട്ടായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണുന്ന പോലെ 2 പേർക്ക് ഉപയോഗിക്കുന്ന കയാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ നടുവിലെ പാട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കയാക്കായിട്ട് ഉപയോഗിക്കാം. ഈ ലെഗ് ഇൻ കയാക്കും അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. അവർ ആ സെൻട്രൽ പാർട്ട് മാറ്റി വെച്ച് ഒരു സിംഗിൾ ലെഗ് ഇൻ കയാക്കായിട്ടാണ് അവരിവിടെ അസംബിൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കുറച്ച് എക്സസൈസിങ് എക്യുപ്മെൻറ്റ്സും കാണാൻ കഴിയും. റോയിങ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണിത്. കൂടാതെ വാട്ടർ സ്പോർട്സിന് ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രസ്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ കഴിയും. ഈ സ്റ്റെപ്സ് സ്റ്റോറിൽ നിന്ന് നേരെ ലീഡ് ചെയ്യുന്നത് നമ്മളുടെ ട്രെയിനിങ് സ്പേസിലോട്ടാണ്. അതവരുടെ ഓഫീസ് ഫെസിലിറ്റിയാണ്. ട്രെയിനിങ് ഫെസിലിറ്റി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പ്രസിഡന്റ്, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സ്പേസിൽ പറഞ്ഞു കൊടുക്കുന്നത് വരുന്നവർക്ക്? ഒന്ന്, നമ്മുടെ ഈ TV-യിൽ നമ്മൾ വീഡിയോസ് കാണിച്ചു കൊടുക്കും, എങ്ങനെ ഇതിൻ്റെ ടെക്നിക്കൽസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് അത് റോളിങ്ങിൻ്റെ ഒരു ട്രെയിനിങ്ങിലേക്കുള്ളതാണ്. പിന്നെ നമ്മൾ പാഡലിങ്ങിന് പോകുമ്പം എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം, ഇത്തരം പലതരം വീഡിയോകളുണ്ട്. പിന്നെ നമ്മൾ ഈവൻറ്റിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാലിയാർ റിവർ പാഡിൽ, അതിൻ്റെ പല വർഷങ്ങളിലുള്ള വീഡിയോ ഉണ്ട്. ലേറ്റസ്റ്റും കുറച്ച് ഓൾഡായിട്ടുള്ളത്. സമ്മർ ക്യാമ്പുകൾ നടക്കുമ്പോൾ കാണിച്ചു കൊടുക്കാനുള്ള വീഡിയോകൾ. ഈ വീഡിയോ തന്നെ നമുക്ക് കയാക്കുകൾ, ഏതെല്ലാം കയാക്കുകളാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കയാക്കുകളൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് പാഡിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ വിധം പാഡിലുണ്ട്. ഇപ്പോൾ സാധാരണ 2 തരം പാഡിലുണ്ട്, ഫെദർ പാഡിലും അൺഫെദർ പാഡിലും. ഈ ഒരു പാഡിലിനെ നമ്മൾ ഫെദർ പാഡിൽ എന്നാണ് പറയുന്നത്. ഈ ഫെദർ പാഡിലിൻ്റെ പ്രത്യേകത, ബ്ലേഡ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, 2 ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ബ്ലേഡ് ഉണ്ടാകുന്നത്. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് നമ്മൾ ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ കയാക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. കാരണം കയാക്ക് നമ്മൾ ഫ്ലാറ്റ് വാട്ടറിനേക്കാളും കൂടുതൽ വൈറ്റ് വാട്ടറിലാണ് കയാക്കിങ് നടക്കുന്നത്. മറ്റൊന്ന്, ഇത് അൺഫെദർ പാഡിലാണ്. അൺഫെദർ പാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലേഡ് 2 സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ഡയറക്ഷനിൽ ഈ ഒരു ഫെദർ കിടക്കുന്നത്? ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് വാട്ടറിലാണ് കയാക്കിങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. വൈറ്റ് വാട്ടറിൽ നമ്മൾ കയാക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാൻ പാഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് 2 സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഒരുപക്ഷെ എന്താണ് മറ്റ് വാട്ടർഫാളുകളും ഉണ്ടാവും സൈഡിൽ. അപ്പോൾ അത് വന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഹിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, ഉയർന്നു വരുന്ന വെള്ളം ഉണ്ടെങ്കിൽ തട്ടും. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാകുമ്പോൾ ഇത് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യാം. ഓക്കെ ഓക്കെ, അതാണ് ഇതിൻ്റെ. അതുമാതിരി കാറ്റുള്ള സ്ഥലങ്ങളിൽ, കാറ്റുള്ള സ്ഥലമൊക്കെ തന്നെ കാറ്റ് വന്നിട്ട് ഇതിൻ്റെ മേലെ ഷോക്ക് ചെയ്യും. അപ്പോൾ അത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചാലിയാറോ അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ഫ്ലാറ്റ് വാട്ടറുള്ള കുളകളിലൊക്കെ അല്ലെങ്കിൽ കാറ്റില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അൺഫെദർ പാഡിലിനെ യൂസ് ചെയ്യാൻ പറ്റും. അൺഫെദർ പാഡിൻ്റെ പ്രത്യേകത നമുക്ക് 2 കൈയും സ്റ്റാർട്ടിങ് മുതൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് വെച്ചൊരു ചെറിയൊരു ആംഗിൾ കൊടുക്കേണ്ടി വരില്ല. ഫെദർ പാഡിൽ നമുക്ക് നമ്മുടെ പവർ ഹാൻഡ് മാത്രമാണ് ഫിക്സ് ആവുന്നത്. മറ്റൊരു ഓപ്പൺ ക്ലോസ് മെത്തേഡിലാണ്. ഓക്കെ ഓക്കെ, ശരി ശരി.
പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാഡലുകളുണ്ട്. അതിനകത്ത് നമുക്ക് എന്താണ് ഈ ഒരു ഇവിടെ 3 ഹോൾസ് ഇല്ലേ, ഇതിനെ മാറ്റി ഒരു ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെദറോ അൺഫെദറോ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്വിച്ച് ചെയ്യാം ഒരേ പെഡൽ. ഒരു പാഡലിൽ തന്നെ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്തരം 2 പീസ് പാഡലുകളാണ്, ഇത് സിംഗിൾ പീസാണ്. ഇതിനകത്ത് അത് സാധ്യത സെൻട്രൽ ഒരു ലോക്കിംഗ് മെക്കാനിസം ഇല്ല, അതുകൊണ്ട് ഒരേപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള പെഡലുകൾ എന്തൊക്കെയാണ്? പിന്നെ ഇത് നമ്മളെ ലൈഫ് ഗാർഡ്സ് യൂസ് ചെയ്യുന്ന റോപ്പാണ്, ത്രോ റോപ്പാണത്. ഇത് നമ്മുടെ സ്റ്റാൻഡപ്പ് പാഡലിൻ്റെ പാഡലാണ്. സ്റ്റാൻഡപ്പ് പാഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഭാഗത്തും അറ്റ് എ ടൈം അല്ല ചെയ്യുന്നത്, 1 by 1 ആയിട്ടാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു 2-3 പാഡൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്തെങ്കിൽ പിന്നെ അതിന് തിരിച്ച് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഓക്കെ, ഇതിന് മാറി മാറി ഇട്ട് ചെയ്യണം. നമ്മൾ സാധാരണ തോണി തുഴയുമ്പോൾ കാനോയി യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യാം. പിന്നെ ഇത് സെയിം നമ്മുടെ പാഡൽ തന്നെയാണ്. ഇത് പണ്ട് കാലത്തെ നമ്മളെ തുഴച്ചിലിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആകൃതിയിലുള്ളതായിരുന്നു. ഇപ്പോഴാണ് പുതിയ മോഡലും ഇങ്ങനത്തെ ഷേപ്പും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇത് ആക്ച്വലി ഡെമോന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പണ്ട് മരം, പ്ലാസ്റ്റിക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് മരം മാത്രമായിരുന്നപ്പം വീതി കിട്ടാൻ പാടായിരുന്നു അല്ലേ, അന്ന് യൂസ് ചെയ്യുന്നത്. ഇത് പറയാതെ പോകുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ഡെമോക്ക് വെച്ച പീസാണെന്നാണ്, പക്ഷേ ആക്ച്വലി ഇതൊരു കയാക്കാണല്ലേ. അതെ. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇതെന്താണ് ഇതിൻ്റെ പേര്? ഇതിന് ഒരു കയാക്ക് എന്നാണ് പറയുന്നത്. ഒരു കയാക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു അമേരിക്കൻ മെയ്ഡാണ് സാധനം. ഇവിടെ എഴുതിയിട്ടുണ്ട് USA എന്ന് പറഞ്ഞ പേര്. ഒരു കയാക്ക് എന്ന് ഇവിടെ ഉണ്ട്. ഇത് വളരെ ലൈറ്റാണ്. ടോട്ടൽ ഒരു മാക്സിമം ഒരു 7 കിലോ സാധനം ഉണ്ടാവുള്ളൂ. ഇതിന് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു പാക്കായിട്ട് മാറ്റാം. നമുക്ക് ബാക്ക് പാക്കായിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ കാറിലോ ബൈക്കിലോ ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പുതിയ പുഴ ഇതുമാതിരി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതായിട്ട് പോകാൻ തന്നെ വളരെ ഈസി ആയിരിക്കും. ഉടനെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു കോഫി സ്പേസ് ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സ്പേസ് ആർക്കിടെക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവിടെ ഇങ്ങനത്തെ ഒരു കയാക്ക് സ്പേസിൽ ഒരു പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഫി ഷോപ്പ് വളരെ റെയറാണ്. ഇത് ഇവരുടെ ഡൈനിങ് ഏരിയ ആണ്. ഇപ്പോൾ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ കഴിയും. ഈ കാണുന്നതെല്ലാം സീ കയാക്സ് ആണ്, അതായത് കടലിൽ ഉപയോഗിക്കുന്ന കയാക്സ്. ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബർമ ബ്രിഡ്ജും കാണാൻ കഴിയും. കുട്ടികൾക്കൊക്കെ കുറച്ച് അഡ്വഞ്ചർ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. ചെസ് ബോർഡിൻ്റെയും ബീച്ച് സൈഡ് സീറ്റിങ്ങിൻ്റെയും ബാക്കിലായിട്ട് നമുക്ക് ചീനവല കാണാൻ കഴിയും. അത് വരുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അപ്പോൾ വരികയാണെങ്കിൽ അത് അവരുടെ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കാൻ സമ്മതിക്കും. അതും കൂടെ ട്രൈ ചെയ്യാം. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹൗസ് ബോട്ട് ഇവരുടെ തന്നെയാണ്. ക്യൂൻ ഓഫ് ചാലിയാർ എന്നാണ് ഇതിൻ്റെ പേര്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് 25 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. കുറച്ച് പാർട്ടി ലൈറ്റ്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് 2 സൈഡിലോട്ടും നമുക്ക് വ്യൂ കിട്ടും. അതാണ് ഇവരുടെ മെയിൻ എൻട്രി വരുന്നത്. ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ലക്ഷറി ഹൗസ് ബോട്ട് തന്നെയാണത്. ഓക്കെ, ഇവിടെ എല്ലാ സ്ഥലത്തേക്കും നമുക്കൊരു വ്യൂ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണത്. പിന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു വാഷ് ഏരിയ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അവിടുന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു കിച്ചണുണ്ട്, അല്ലെങ്കിൽ പാൻട്രി ഉണ്ട്. നിങ്ങൾ ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞ് വരേണ്ടത് ഇങ്ങോട്ടാണ്. ഇവിടെയാണ് നിങ്ങളുടെ ലൈഫ് ജാക്കറ്റ്സും എക്യുപ്മെൻറ്റ്സ് ഒക്കെ തരിക. പ്രസാദ്, ഇത് എന്തൊക്കെയാണ്? ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പല വെയിറ്റ് അനുസരിച്ചുള്ള സൈസിനും വെയിറ്റ്. ഇത് 100+ കാറ്റഗറിയാണ്. ഇത് 90+ ആണ്. പിന്നെ 80+ അങ്ങനെ ഒരു ലെവലിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇത് കിഡ്സിനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ അറിയാലോ, സൈസ് കുറഞ്ഞ് കണ്ടാൽ അറിയാം. കിഡ്സിനായിട്ടുള്ളതാണ്. പിന്നെ ഇതും കിഡ്സിനുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഹെഡ് സപ്പോർട്ടറാണ്. ഓക്കെ, കുറച്ചുകൂടി സെക്യൂർ ആണ്. ഇത് നമ്മൾ ശരിക്കും ലൈഫ് ജാക്കറ്റ് എന്നല്ല പറയുന്നത്, PFD എന്നാണ് പറയാം, പേഴ്സണൽ ഫ്ലോട്ടിംഗ് ഡിവൈസ്. അതാണ് ഇത് പറഞ്ഞത്. ലൈഫ് ജാക്കറ്റ് എന്ന് നമ്മൾ ഇതിനെ പറയാം. ഇത് നമുക്ക് ലൈഫ് ബോഡി ജാക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം കുട്ടികളൊക്കെ വീഴാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരുടെ പെഡൽസ് ആണല്ലേ. ഇത് പാഡൽസ് ആണ്. ഞാൻ നേരത്തെ അവിടെ വിവരിച്ച പോലെ ഇതിപ്പോൾ സ്റ്റാൻഡപ്പ് പാഡലിൻ്റെ പാഡലാണ്. പിന്നെ നമ്മുടെ എന്താണ് പറയുക, കയാക്കിൻ്റെ പാഡൽസ് ആണ്.
ഇതുകൊണ്ട് പലതും നമുക്ക് നേരത്തെ പറഞ്ഞ ആ 2 കാറ്റഗറിയും എന്താണ് അൺഫെദറും എല്ലാം. ഇത് സെയിൽ ബോട്ട്സ് ആണല്ലേ? സെയിൽ ബോട്ട്, ഇത് ടോപ്പർ ക്ലാസ് സെയിൽ ബോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് അഡൽസ് ഉപയോഗിക്കുന്ന ഒറ്റയ്ക്ക് പോകുന്ന അഡൽസിനുള്ള. ഇത് ഒപ്റ്റിമിസ്റ്റ് കാറ്റഗറി എന്നാണ് പറയുന്നത്. ബിലോ 30 years കുട്ടിയൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മളെ ക്ലയൻസിന് വേണ്ടിയിട്ട് റാഫ്റ്റ് നമ്മുടെ സ്റ്റാഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടുക്കു എന്നാണ് നമ്മളെ വിളിക്കുന്നത്, പക്ഷേ സുധാകർ ജന്ന എന്നാണ്. ഒറീസയിൽ നിന്നുള്ള ട്രെയിനറാണ്. അവിനാഷിൻ്റെയൊക്കെ ആസാം എന്നുള്ള ട്രെയിനറാണ്. ഇത് വൈറ്റ് വാട്ടർ കയാക്കാണ്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞല്ലോ, ഈ വൈറ്റ് വാട്ടർ ഏരിയയിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വെള്ളച്ചാട്ടമുള്ള സ്ഥലത്ത്, കുത്തിയൊഴുക്കുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ബേസിക് ട്രെയിനുകൾ, റോളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പുഴയിൽ പഠിപ്പിക്കും. പിന്നെ അവരുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ വൈറ്റ് വാട്ടറിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ലാസ്റ്റുള്ള അവരുടെ ഇത് കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഇത് സിറ്റ് ഓൺ ടോപ്പ് കയാക്ക് സിംഗിൾ കാറ്റഗറിയാണ്. സിംഗിൾ കാറ്റഗറിയാണ്. അവിടെ നമ്മൾ ബോർഡ് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത് സിംഗിൾ സിറ്റ് ഓൺ ടോപ്പ് കയാക്കാണ്. ഇത് സെയിം സിറ്റ് ഓൺ ടോപ്പ് കയാക്കിൻ്റെ ഡബിൾസ് ആണ്. ഓക്കെ. അതാണ് ലെങ്ത് കുറവും കൂടുതലും അല്ലേ? അതെ. ഇതിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മിഡിലിൽ ഒരു ചെറിയ സീറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു കപ്പിൾസൊക്കെ പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ കുട്ടികളുണ്ട്, ബിലോ 5 year ഒരു കുട്ടി ഉണ്ടെങ്കിൽ നടുക്ക് ഇരുത്താൻ പറ്റും. ഇതാണ് നമ്മുടെ റെസ്ക്യൂ ബോട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 5 പേർക്ക് ഒരു ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ ട്രെയിനറാണ് നമ്മളെ റേഷ്യോയിൽ പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ നമ്മളൊരു വലിയ ടീം പോവുകയാണ്, ഇപ്പോൾ ഒരു 20 പേര് 25 പേര് പോകുമ്പോൾ ഈ ലൈഫ് ഗാർഡ് റേഷ്യോ അതുണ്ടാവും ഓൾറെഡി. എക്സ്ട്രാ നമ്മളൊരു മോട്ടോറൈസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്ക്യൂ ബോട്ട് കൂടി കൊണ്ടുപോകും, ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ടൂറിംഗ് കയാക്ക് അല്ലെങ്കിൽ ആണ് ലെഗിൻ കാറ്റഗറിയിൽ പെട്ടാണത്. നമ്മൾ അപ്പുറം കണ്ടത് സിറ്റ് ഓൺ ടോപ്പ് കയാക്കായിരുന്നു. ഇത് ലെഗിൻ കാറ്റഗറിയാണ്, കാല് അകത്തോട്ട് വെച്ചിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ. അതെന്താ ഒന്ന് വലുതും ഒന്ന് നീളമുള്ളതും? അത് 2 കാറ്റഗറിയാണ്. ഇത് 0.65 ആണ്. ഇത് വെഞ്ചറാണ്. ഇത് നമുക്ക് സ്റ്റാൻഡപ്പ് പാഡിലാണ്. ഇത് ഓക്കെ. ഇത് സ്റ്റാൻഡപ്പ് പാഡ്. ഇത് നമ്മൾ നിന്നിട്ടാണ് തുഴ. നേരത്തെ ഞാൻ അവിടെ തുഴ കാണിച്ചു തന്നു. ഇത് നിന്നിട്ടാണ് തുഴ. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇവിടെ ഒരു കട്ടുണ്ടാവും. ഈ കട്ടിൻ്റെ 2 സൈഡിലാണ് നമ്മൾ കാല് ഫിക്സ് ചെയ്യുന്നത്. ഇത് സർഫ് ബോർഡാണ്. അതിന്റെ ബാക്കിലുള്ള ഈ ഫിൻ കണ്ടാൽ മനസ്സിലാവും സർഫ് ബോർഡാണ്. ഇതിന് എല്ലാത്തിനും ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഫിൻ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇതും എന്താണ് സ്റ്റാൻഡപ്പ് പാഡിലാണ്. ഈ സ്റ്റാൻഡപ്പ് പാഡിലും സർഫ് ബോർഡും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണ്? കണ്ടില്ലേ, വലിപ്പത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. വലിപ്പം, നീട്ടം, തിന്ന്, വിടുത്ത് എല്ലാത്തിലും. പക്ഷെ വർക്ക് ചെയ്യുന്ന രീതി ഏകദേശം സെയിം ആണ്. ഒന്ന് നമ്മൾ വേവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്, മറ്റേത് നമ്മൾ പാഡിൽ ചെയ്തിട്ടാണ്. പെഡൽ ബോർഡ്, അതായത് നമ്മൾ സ്റ്റാൻഡപ്പ് പാഡിൽ ചെയ്യുന്നില്ലേ, അത് തുഴയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിന്റെ അടുത്ത് ഇത് കാണുന്നുണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചവിട്ടുന്നത്. ഇത് നമ്മൾ ഇതിന്റെ ഹാൻഡിലാണ്, ഇതിലാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ നിന്നിട്ട് കാലുകൊണ്ട് ഈ ഒരു ബേസിൽ ഇങ്ങനെ ചവിട്ടിയിട്ടാണ് അത് പോകുന്നത്. ഇത് ലെഗിൻ കയാക്ക് തന്നെ ഡിറ്റാച്ചബിൾ ആണ്. നമ്മളവിടെ സ്റ്റോറിൽ കണ്ട ഡിറ്റാച്ചബിൾ. ഇപ്പം 2 പേർക്ക് പോകുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. ഈ കാണുന്നത് ഭയങ്കര ലെങ്ത് ഉണ്ടല്ലോ, 6 മീറ്ററോളം ഉണ്ടല്ലോ. ഇത് സർഫ് കീ എന്ന് പറഞ്ഞ സാധനമാണ്. കുറച്ചധികം ബാലൻസ് വേണ്ട ഒരു സാധനമാണ്. സാധാരണ ഇപ്പം ഒരു കയാക്കിൽ മാസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ പോകണമെന്നില്ല, ഇതിൽ തന്നെ നമുക്കൊന്ന് പരിശീലനം ചെയ്യാനുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഉരുണ്ടിട്ടാണ് കിടക്കുന്നത് വെള്ളത്തിനകത്ത്. അപ്പോൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. നമ്മളെ മത്സരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കയാക്കില്ലേ, അത് ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. നമ്മൾ നോർമൽ കയാക്സിനെല്ലാം ഫ്ലാറ്റ് ആയിരിക്കും. അതൊക്കെ നമുക്ക് റിക്രേഷൻ കയാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമ്പറ്റീഷനിലേക്ക് എടുക്കുന്ന കാറ്റഗറി വേറെയാണ്. അത് നമുക്ക് K1 K2 ആ ഒരു കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ കോമ്പറ്റീഷനിലേക്ക് എടുക്കുന്നത്. ഇത് സീ കയാക്കാണ്. ഓക്കെ. ഈ കാണുന്നത് രണ്ടൊക്കെ സീ കയാക്ക്. അതിന് നമുക്ക് വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? സീ കയാക്കിൻ്റെ വ്യത്യാസവും എൻ്റെ ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ലെങ്ത് കൂടും. ഓക്കെ. അത് നമുക്ക് വേവിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് ലെങ്ത് കുറഞ്ഞ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വലിയ വേവ് വരുമ്പോൾ നമ്മളതിൽ മറിഞ്ഞു. അപ്പോൾ അതിനാണ് നമുക്ക് സീ കയാക്കിന് വലിപ്പം കൂടുന്നത്. ഇതെല്ലാം ലെഗൻ കാറ്റഗറിയിൽ പെട്ടുന്നതാണ്. ഇവിടെ നമ്മൾ സ്പ്രൈഡാക്ക് എന്ന് പറഞ്ഞ ഒരു സ്കേർട്ട് ഇടാനുണ്ട്, അതിട്ടിട്ടാണ് നമ്മൾ സീ കയാക്ക് ചെയ്യുന്നത്. വെള്ളം ഉള്ളോട്ട് കയറില്ല, അത്തേക്ക് കയറായിരിക്കും. വാൾ ക്ലൈമ്പിംഗ് ആണിത്. ഇതിനകത്ത് തന്നെ നമുക്ക് പല രീതിയിൽ ഇതിനെ ക്ലൈംബ് ചെയ്യാൻ പറ്റും. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ചെയ്യുക, നമുക്ക് ഏത് ബ്ലോക്കാണോ നമുക്ക് കയ്യിലെത്തുന്നത് അത് പിടിച്ചിട്ടാണ് കയറുന്നത്. പിന്നെ നമ്മൾ കളറാണ് ചൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ മാത്രം, അതായത് വുഡൻ ബ്ലോക്ക് അല്ലാതെ കളർ മാത്രം പിടിച്ചുകൊണ്ട് കയറും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കളർ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ക്യാമ്പിംഗ് ഏരിയ. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉള്ളത് പ്രസാദേട്ടാ? ക്യാമ്പിംഗ് ഏരിയ നമ്മൾ ആ പേര് പോലെ തന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ചെറിയ ടെൻറ്റുകളുണ്ട്, ചെറിയ 2 men ടെൻറ്റുകളാണ്. ഈ ഒരു 50ഓളം ടെൻറ്റുകൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫെസിലിറ്റി വേറെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? പിന്നെ നമ്മൾ ചെറിയ പാർട്ടികളൊക്കെ നടത്താറുണ്ട്, ബർത്ത്ഡേ പാർട്ടികളും അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ 3 ബോട്ടുകൾ ലേസർ 2 സെയിലിംഗ് ബോട്ട്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് പ്രസാദേട്ടാ? ഞാൻ അവിടെ കാണിച്ചു തന്നത് 2 കാറ്റഗറിയായിരുന്നു, ഒന്ന് ടോപ്പറും ഒന്ന് ഒപ്റ്റിമിസ്റ്റും.
ഇത് ലേസർ 2, ഇത് 2 പേർക്ക് അറ്റ് എ ടൈം പോകാൻ പറ്റും നമുക്ക് ഇതിനകത്ത്. ഓക്കെ. അതുപോലെ തന്നെ സെയിലും ഇതിനകത്ത് 2 സെയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് എത്ര ലേസർ 2 കയാക്സ് ഉണ്ട് ഇവിടെ? ലേസർ 2 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു ദിവസം കൊണ്ട് എന്തായാലും പറ്റില്ല, നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും ഇതിന്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ദിവസം, ഒരു 4-5 ദിവസം കണ്ടിന്യൂ ഇത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം പോകുന്നത് സെയിലർ നമ്മളെ കോച്ചിൻ്റെ കൂടെ ആയിരിക്കും. പിന്നെ 3rd ഡേ അല്ലെങ്കിൽ 4th ഡേ ആയിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ സെയിലിന് വിടുന്നത്. ഓക്കെ. സപ്പോർട്ടിങ്ങിന് പുറത്തുണ്ടാവും, വേറെ സെയിലുണ്ടാവും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം അത് ഓടിക്കണം. 2 പേരാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഓടിക്കാം, ഒരാൾക്കും പോകട്ടോ. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അവസാനത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ കഴിയും. പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. ഇത് ഇവർ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ്. ഇത് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ പറ്റും? ഇത് മാനുഫാക്ചർ മാക്സിമം ബോംബെയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വാങ്ങിയ ഏതെങ്കിലും ബോംബെയിൽ നിന്നാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഇവിടെ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇത് എന്താണ്? ചുരുളം വെള്ളമല്ലേ? ഇത് നമ്മുടെ ചുരുളം വെള്ളമാണ്. നമുക്കൊരു 27 പേര് അറ്റ് എ ടൈം ഇതിൽ തുഴയാൻ പറ്റും അല്ലേ? എൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ കഴിഞ്ഞ ബേപ്പൂർ ഫെഷനും ഫറോക്ക് ഫെഷനും 2 വള്ളങ്ങളും ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ടീമിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്? ഇതിന് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ടീമിനെ ഞാൻ തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീം നമുക്ക് ചാലിയത്തു നിന്നുള്ള ഒരു ഫിഷർമാൻ ടീമാണ്. ചേട്ടാ, ഞാൻ ഇതിൻ്റെ അടിയിലാണ് ക്യാനൊക്കെ കണ്ടു. അങ്ങനെയാണ് നിങ്ങളിത് ഫ്ലോട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? അതെ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണോ? കൊച്ചിയിൽ നിന്ന് വന്നൊരു ടീമാണ് അടുത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. പറയാം. ഓക്കെ. ഇത് ഫ്ലോട്ടിംഗ് ഫിഷ് ഫാമാണ്. ഓ, അതാണ് ഈ 4 ചെറിയ കേജുകൾ കാണുന്നത് ഫിഷിനെ നമുക്ക് ഫാം ചെയ്യാനുള്ളതാണ്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മീൻ വളർത്തുക. ഒരു മോട്ടോർ ബോട്ടിനകത്ത് ഇതിനെ കെട്ടിയിട്ട് നമുക്ക് പുഴയിലേക്ക് പോവാം. അവിടെ ആങ്കർ ചെയ്യാം. ഇതിനകത്ത് നിന്ന് മീൻ പിടിക്കുക. ഇവിടെ നിന്ന് തന്നെ തവയിലേക്ക് കൊണ്ടുപോവുക, കുക്ക് ചെയ്യുക, കഴിക്കാം. ഓക്കെ, ഗ്രേറ്റ്. നല്ലൊരു ഐഡിയ ആണല്ലേ. ഞാൻ എവിടെയും വേറെ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ കണ്ടാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാനിന്ന് ജെല്ലി ഫിഷിൽ വന്നപ്പോൾ ഇവരെ കണ്ടു. ഓക്കെ, ഇവരെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? നമ്മൾ ഇവിടെ മാത്തോടത്തായം ബ്രാഞ്ചാണ്. നമ്മുടെ കമ്പനി പേര് സ്കൈ ബുക്ക് എന്നാണ്. മെയിൻ ബ്രാഞ്ച് വരുന്നത് UL സൈബർ പാർക്കിലാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ഔട്ടിങ്ങിനായിട്ട് വേണ്ടിയിട്ട് നമ്മളൊരു 20 പേരുണ്ട്. എല്ലാവരും കൂടി ഒരു വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യാൻ പോകണമെന്ന്? നമ്മളിന്ന് കയാക്കിങ്, പിന്നെ ബാർബിക്യൂ ഡിന്നർ, പിന്നെ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമുള്ള നല്ലൊരു മെമ്മറബിൾ മൊമെന്റ് ഉണ്ടാക്കാം. എത്ര സമയം ഉണ്ട് അപ്പോൾ നിങ്ങളിവിടെ? നമ്മൾ അറൗണ്ട് ഒരു നൈറ്റ് 8 to 9 മാക്സിമം ഒരു അതുവരെ 4 hours എന്തായാലും സ്പെൻഡ് ചെയ്തിട്ട് ഓക്കെ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ 4 പേരും തുഴഞ്ഞ് റാഫ്റ്റിംഗ് ബോട്ടിൽ ഇങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഐലൻഡ് കഴിഞ്ഞു. ആ 2 ഐലൻഡിലേക്കിടയിലുള്ള ഗ്യാപ്പാണ് കാണുന്നത്. നമ്മളെ ഗ്രൂപ്പ് മുന്നോട്ട് തുഴഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ വെസ്റ്റ് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി വേലിയിറക്കം ആയതുകൊണ്ട് അവർ ഒഴുക്കിനെതിരെയാണ് തുഴയുന്നത്. അതുകൊണ്ടാണ് പതിയെ പോകുന്നത്. നമുക്ക് കാണാൻ കഴിയും അവിടെ. ഇതല്ലാതെ അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് ഇവിടെ. നമുക്ക് തുഴയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ മുന്നിലൊരാൾ ഇങ്ങനെ തുഴഞ്ഞു പോകും. അപ്പം ആരെങ്കിലും ടയേർഡ് ആവണമെങ്കിൽ പേടിക്കണ്ട. ഇത് ഇവരുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഹോൾട്ടിംഗ് പോയിൻ്റ് ആണ്. ഇവിടെ വെച്ച് നോർമലി ഒരു ഹോൾട്ട് ഉണ്ടാവാറുണ്ട്. ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണത്. ഇത് നമ്മുടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഹാൾട്ടിംഗ് പോയിൻ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ഇവരൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പം ഇവിടെ വരിക, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുക. പിന്നെ കയാക്കുകളൊക്കെ നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സിറ്റ് ഓൺ ടോപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. സിംഗിളിനകത്ത് ഡബിളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് പെഡൽ യൂസ് ചെയ്യാനായിട്ട് മരത്തിൻ്റെ മേലെ കയറിയിട്ട് ജമ്പ് ചെയ്യാം. ഇത് ഷാളോ ഏരിയ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വിം ചെയ്യാനുള്ള അവസരം അതൊക്കെ നമ്മൾ ഇവിടുന്നാണ്. പിന്നെ ഒരു ചായ കുടിക്കാം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ടൈം നമുക്ക് ഇവിടെ കൂളായിരിക്കും ഈ ഒരു ഏരിയ. കാരണം ഈ ചീനി മരത്തിന് എല്ലാ സീസണിലും ഇല ഉണ്ടാവും. അപ്പം നമ്മൾ വെയിലത്തൊക്കെയാണ് പാഡൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ അടുത്ത ഐലൻഡ് കറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പതിയെ പുറത്തിറങ്ങുകയാണ്. നമുക്കത് കാണാൻ കഴിയും. രസമായിട്ട് പാഡൽ ചെയ്യുന്നു. ഈ ട്രീ ഓഫ് ലൈഫ് ആക്ച്വലി വരുന്നത് ആ ഒരു
ദ്വീപുകളുടെ ഐലൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കത് വീഡിയോയുടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ചാലിയാറിൻ്റെ അഗാധതയിൽ കണ്ടൊരു ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ചേട്ടൻ അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ച പ്രശ്നമുണ്ടോ ഞങ്ങൾ? എങ്ങനെയുണ്ട്, മീനുണ്ടോ? ഇന്ന് മീൻ കുറവാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്നിപ്പോൾ കിട്ടിയ വല്ലതും? അതെ അവിടെ ഉണ്ട് കുറച്ച് മീൻ. നമുക്ക് കുറച്ച് മുന്നോട്ട് മീനെ കാണാൻ പറ്റും. ചേട്ടൻ 1 മണിക്കൂർ കൊണ്ട് പിടിച്ച മീനുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ എന്തൊക്കെ മീനുകളാണ് ഉള്ളതിൽ? എന്തൊക്കെ പ്രാച്ചി? ഓ ഏട്ടതല്ലേ? ഓ അടിപൊളി. ഏട്ടൻ്റെ പേരെന്താ? റഫീഖോ? നിങ്ങൾ പോട്ടെ. താങ്ക് യു. ഇയാൾ ആദ്യം നേരെ നമ്മള് ഹലോ മുക്കാഭാഗം എത്തിയിട്ടുണ്ട്. തിരിച്ചെട്. അപ്പോൾ ഇവരിവിടെ ഒന്ന് ചാടിയതാണ് വെള്ളത്തിൽ. ചില കുട്ടികളൊക്കെ നീന്തുന്നുണ്ട് ചാടിയിട്ട്. ചാലിയാറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ കാമാണെന്നുള്ളത്. അപ്പം നിങ്ങളും വരിക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ വീക്കെൻഡുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ദിവസങ്ങൾ നിങ്ങൾക്ക് എന്നും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചാലിയാറിലേക്ക്, ജെല്ലി ഫിഷിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കയാക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സർക്കിൾ കറങ്ങി ഓൾമോസ്റ്റ് ഈ ഒരു 2 ഐലൻഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാത്തിനും മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.